ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ ഷാജ് കിരൺ എന്നുള്ള പേര് ഒരുപക്ഷെ താങ്കൾ ഉൾപ്പെടെ കേട്ടിട്ടുണ്ടാവുക ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു ഇടനിലക്കാരൻ എന്നുള്ള മട്ടിലാണ്. ഇപ്പോൾ അതിനു മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മാധ്യമലോകത്ത് കുറച്ച് നാൾ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള തരത്തിൽ നമുക്ക് പറയാമായിരുന്നു. ഈ ഷാജ് കിരണിനെ പോലുള്ള ഒരാളുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മാധ്യമപ്രവർത്തന നിലയിൽ അറിയാമെന്നല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ ADGP MR അജിത് കുമാർ ഇന്ന് അദ്ദേഹത്തിന്റെ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പരിശോധിക്കുക. ആ ഒറ്റ സ്ക്രീൻഷോട്ടിൽ തന്നെ 5 മിസ് കോളാണ് ഷാജ് കിരണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. 5 മിസ് കോള്, ഒപ്പം തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളും. ഈ ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരുമായി ഇങ്ങനെ ഒരു ബന്ധമൊക്കെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ നടത്തേണ്ട സാഹചര്യം എന്താണ്? എന്തായാലും കുറെ അധികം വാർത്തകൾ ഈ സ്വർണ്ണക്കടത്തിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് വല്ല മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രീതിപ്പെടുത്താൻ എല്ലാവരുടെ പ്രീതിക്ക് വേണ്ടി ഇതുപോലെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം സർവീസ് കമ്പനിക്ക് എത്താതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സർവീസിൽ വലിയ ദൂഷ്യങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുമുണ്ട്. അത് ഇവരൊന്നും ഓണസ്റ്റ് അല്ല എന്ന് എനിക്ക് പറയുന്നത്. എന്തിനാണ് അനാവശ്യമായിട്ട് അനധികൃതമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നു. അതെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഒരു ഗവൺമെന്റിനോടും നമുക്ക് ബാധ്യത ഭരണഘടനാപരമായിട്ടേ ഉള്ളൂ. അവിടുത്തെ ഗവൺമെന്റിലെ മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഇഷ്ടം വരുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ബലിയാടാവും, ഉറപ്പല്ലേ? കാരണം അവര് പൊടിയും തട്ടി എന്ന് പോവും രാഷ്ട്രീയക്കാര്. സർവീസിൽ തുടരുന്ന ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ദൂരം പെൻഷൻ വരെ കിട്ടാനായിട്ട് വളരെയധികം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനോ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ എങ്ങനെയൊന്നും പോലീസ് ഉദ്യോഗസ്ഥർ പോരെ. അവരവരുടെ ശമ്പളത്തിനകത്ത് ഒരുങ്ങി നിന്ന് ജീവിക്കാം. അത് പഠിക്കുക. ഇനിയെങ്കിൽ എന്തുമാത്രം ആരോപണങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പേര് വരുന്നത്. അങ്ങനെയൊന്നും ഓണസ്റ്റായി സ്ട്രേറ്റ് ഫോർഡായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയൊന്നും വരില്ല. അത് അനധികൃതമായി ഇതുപോലെയൊക്കെ ചെയ്യുന്ന കൂട്ടുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ADGP അജിത് കുമാറിന്റെ പേരിൽ വലിയ ആരോപണമാണ് വരുന്നത്. കാരണം അതൊരു സംശയത്തിന്റെ ലാൻസിന് അദ്ദേഹത്തിന്റെ മുകളിൽ വരാൻ തുടങ്ങിയിട്ട് അദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരിക്കും. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഒരു നിമിഷം. ഞാൻ സ്വപ്ന സുരേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സ്വപ്ന സുരേഷ്, ഈ ഷാജ് കിരൺ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മോട് വ്യക്തമാക്കിയിരുന്നു. അതിൽ പ്രധാനമായും ഈ MR അജിത് കുമാറുമായുള്ള ബന്ധം, അദ്ദേഹത്തിന്റെ സംഭാഷണമൊക്കെയാണ് പറഞ്ഞത്.